ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരരെ, ഇന്ന് ഉയർപ്പ് കാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വായനകളിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും സംരക്ഷണത്തെ പറ്റിയുമാണ് നാം ധ്യാനിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള 1-ാം വായനയിൽ ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകനായ യെശയ്യായ്ക്കും ദൈവജനത്തിനും എപ്രകാരമാണ് ദൈവം സംരക്ഷണം നൽകുന്നതെന്ന് നമുക്ക് കാണാം. ജനതകളെ സന്തോഷിക്കുക, ആഹ്ലാദിക്കുക, കർത്താവ് അവരെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ദുരിതമനുഭവിക്കുന്ന ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കുമെന്ന് പ്രവാചകൻ വഴി ദൈവം അരുളി ചെയ്യുന്നു. തെരഞ്ഞെടുത്ത ജനതയെ സംരക്ഷിക്കുന്ന കാരുണ്യവാനായ ദൈവത്തിൻ്റെ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള 2-ാം വായനയിൽ തൻ്റെ ജനത്തെ പീഡിപ്പിക്കുന്ന സാവൂളിനോട് ഈശോ ചോദിക്കുന്നു, സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? നീ ആരാണ്? സാവൂളിൻ്റെ ഈ ചോദ്യത്തിന് ഈശോ പറയുന്നു, നീ പീഡിപ്പിക്കുന്ന ഈശോ ആകുന്നു ഞാൻ. വിശ്വാസത്തിന് വേണ്ടി ഓരോ വ്യക്തിയും പീഡിപ്പിക്കപ്പെടുമ്പോൾ കർത്താവ് തന്നെയാണ് അവരുടെ കൂടെ പീഡിപ്പിക്കപ്പെടുന്നത്. അവൻ നമ്മെ വിട്ടുപോകുന്നില്ല. പിന്നെയോ നിന്റെ കൂടെ നിന്ന് നിന്നെ ശക്തിപ്പെടുത്താൻ സംരക്ഷകനായി കൂടെയുണ്ട്. അതുവരെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന സൗൾ പിന്നീട് പൗലോസായി മാറി വിശ്വാസത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും ജീവിത സാക്ഷ്യമായി മാറുന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട 3-ാം വായനയിൽ നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പക്കൽ നിൽക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ലേഖനം ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമതായി, വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയം വേണം. രണ്ടാമതായി, ദുഷ്ടമനസാക്ഷിയെ മാറ്റി ഹൃദയത്തെ വെടിപ്പാക്കി വിശുദ്ധിയോടെ ജീവിക്കണം. മൂന്നാമതായി നമുക്ക് വേണ്ടത് പ്രത്യാശ ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുണ്ടാകണം. അവസാനമായി, സ്നേഹത്തോടെ ജീവിക്കുകയും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കും. അവിടുത്തെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം അവസാനിച്ചു എന്ന് വിചാരിച്ച തങ്ങളുടെ പഴയ ജീവിത രീതികളിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്ന ശിഷ്യന്മാരെയാണ് നാം സുവിശേഷത്തിൽ കണ്ടുമുട്ടുക. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന കർത്താവിൻ്റെ ശക്തമായ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ അതുവരെയും ശിഷ്യന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവർ രാപകൽ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അവരുടെ ദൗത്യം വീണ്ടും മീൻപിടുത്തം അല്ലായിരുന്നു. താൻ മരിച്ചാലും ജീവിക്കുന്നവനാണെന്നും എല്ലായ്പ്പോഴും ശിഷ്യന്മാരുടെ കൂടെയുണ്ടെന്നും ഈശോ ഓരോ പ്രാവശ്യം പ്രത്യക്ഷപ്പെടുമ്പോഴും ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ജീവിതത്തിൽ നോമ്പൊക്കെ എടുത്ത് കർത്താവിനോട് നാം ചേർന്ന് നടന്ന ദിവസങ്ങളുണ്ട്. എന്നാൽ നോമ്പിന് ശേഷം എൻ്റെ പഴയ ജീവിത രീതികളിലേക്ക് തിരിച്ചു പോകാനല്ല കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക. പകരം അവനോട് ചേർന്ന് നിന്ന് സ്നേഹവും പ്രോത്സാഹനവും വഴി അനേകരെ സുവിശേഷത്തിലേക്ക് നയിക്കുവാനുള്ള വിളിയാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും. അതിനാൽ തിന്മയിൽ നിന്ന് മാറി നന്മയുടെ വഴിയെ ചരിക്കാനും സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാനും ദൈവം നമ്മെ എല്ലാവരെയും ഈ ദിനങ്ങളിൽ ശക്തരാക്കട്ടെ. ആമേൻ.